ഞാൻ വിപിൻ. എല്ലാവർക്കും മലയാളം ടെക് ടോക്കിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതിൽ 90% ആൻഡ്രോയിഡ് ഫോണുകളാണ്. ഫേസ്ബുക്കിലും യൂട്യൂബിലും മറ്റ് വെബ്സൈറ്റുകളിലൊക്കെ നിങ്ങൾ കയറുന്ന സമയത്ത് റൂട്ടിംഗ് അല്ലെങ്കിൽ സ്റ്റോക്ക് റോം, കസ്റ്റം റോം അല്ലെങ്കിൽ ഫ്ലാഷിംഗ് അങ്ങനെ ഒരുപാട് ടെക്നിക്കൽ വേർഡുകൾ കേട്ടിട്ടുണ്ട്. പലരും ആൻഡ്രോയിഡ് ഫോണുകളിൽ എങ്ങനെയാണ് റൂട്ട് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുന്നവരാണ്, ചിലരത് ചെയ്തിട്ടുള്ളവരുമാണ്. ഈ വീഡിയോ എല്ലാ സ്മാർട്ട് ഫോൺ യൂസേഴ്സിനുള്ളതാണ്. ഫ്ലാഷ് ചെയ്തവരുണ്ടാവാം, അല്ലെങ്കിൽ ഓൾറെഡി നോർമൽ ആൻഡ്രോയിഡ് ഡിവൈസ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻഡ്രോയിഡ് റൂട്ടിംഗ് എന്താണ്, അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, അതിൻ്റെ ദോഷങ്ങൾ, അത് നിങ്ങളൊരു പക്ഷേ വേറെ ഏതെങ്കിലും സൈറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും. റൂട്ടിങ്ങിനെ പറ്റി ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. എന്തിനാണ് നിങ്ങളെ ഫോൺ റൂട്ട് ചെയ്യുന്നത്, അതുപോലെ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ദോഷങ്ങൾ എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഇത് ഓൾറെഡി റൂട്ട് ചെയ്ത ആൾക്കാർക്കും ഒരുപക്ഷെ അറിയാത്ത കാര്യങ്ങളായിരിക്കാം. അതുകൊണ്ട് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ റൂട്ട് ചെയ്യണോ. സോ ആൻഡ്രോയിഡ് റൂട്ടിങ്ങിനെ പറ്റി അറിയേണ്ടതെല്ലാം ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യമായി നിങ്ങൾക്ക് തരാനുള്ളത് ഒരു വലിയ മുന്നറിയിപ്പാണ്. നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ നിർമ്മാതാക്കൾ നൽകുന്ന വാറണ്ടി ഈ ആൻഡ്രോയിഡ് റൂട്ടിങ്ങുമായിട്ട് എന്തായാലും നഷ്ടപ്പെടുന്നതായിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങളൊരു പുതിയൊരു സ്മാർട്ട് ഫോൺ വാങ്ങിയിട്ട് അത് റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോൺ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങളെ വാറണ്ടി നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ ബ്രിക്കിംഗ്, ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താണ് ബ്രിക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റൂട്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ കസ്റ്റമർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തോ നിങ്ങളുടെ ഫോണ് തീർത്തും ഉപയോഗശൂന്യമാവുക, അതിനെയാണ് ബ്രിക്കിംഗ് എന്ന് പറയുക. ആൻഡ്രോയിഡ് ഫോൺ ബ്രിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെ വെറുതെ ഒരു ഇഷ്ടിക കണക്കെ നമുക്കതിനെ ഉപമിക്കാവുന്നതാണ്. കാര്യം ആ ഫോൺ കൊണ്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള ഉപകാരവും പിന്നെ ഉണ്ടാവില്ല. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക റൂട്ട് ചെയ്യുന്നതിന് മുന്നേ. ഈ വീഡിയോ ഏതെങ്കിലും ഒരു സ്മാർട്ട് ഫോണിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്മാർട്ട് ഫോൺ മോഡലിൻ്റെയോ ഒരു റൂട്ടിംഗ് ഗൈഡൊന്നുമല്ല, മറിച്ച് റൂട്ടിങ്ങിനെ കുറിച്ചുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള അനുബന്ധ സാങ്കേതിക വിവരങ്ങളെക്കുറിച്ച് ഒരു ശരാശരി ആൻഡ്രോയിഡ് ഉപഭോക്താവിന് ഉണ്ടായിരിക്കേണ്ട ഒരു വിവരം നൽകുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങളൊരു പുതിയ ആൻഡ്രോയിഡ് ഡിവൈസ് വാങ്ങിയാൽ അതിൽ ഒരുപാട് കമ്പനി പ്രീ ഇൻസ്റ്റാൾ ചെയ്ത ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഗൂഗിളിൻ്റെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഗൂഗിൾ പ്ലേ ബുക്സ് അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ ഗെയിംസ്, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ടാവും. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇത് രണ്ടും ഒന്നിച്ചിട്ടാണ് എല്ലാ കമ്പനികളും സെയിൽ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു PC വാങ്ങുകയാണെങ്കിൽ, നമ്മളൊരു കമ്പ്യൂട്ടർ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ കൂടെ നമുക്കൊരു പക്ഷേ വിൻഡോസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കിട്ടിക്കൊള്ളണമെന്നില്ല. നമുക്ക് സിസ്റ്റം വേറെ വാങ്ങി വേറെ നമ്മൾ കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യും. അതുപോലെയല്ല ആൻഡ്രോയിഡ് ഡിവൈസിൻ്റെ കേസ്. എല്ലാ സ്മാർട്ട് ഫോൺ പ്രൊഡ്യൂസേഴ്സും കമ്പനികളും അവർ ഹാർഡ്വെയർ പ്ലസ് സോഫ്റ്റ്വെയർ കൂടിയാണ് നമ്മളെ കയ്യിലേക്ക് എത്തിക്കുന്നത്. സോ എന്താണ് റൂട്ടിംഗ്? ആൻഡ്രോയിഡ് ഫോണുകളിൽ നിർമ്മാതാക്കൾ ഇട്ടിരിക്കുന്ന പൂട്ട് തുറക്കുന്ന ഒരു പ്രക്രിയയാണ് റൂട്ടിംഗ് എന്ന് പറയുന്നത്. ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞാൽ ആൻഡ്രോയിഡിൽ പുതിയ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാനും അല്ലെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ, അതുപോലെ നിങ്ങളുടെ ഫയലുകൾ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഫയൽ സ്റ്റോർ ചെയ്യാനൊന്നും ഒരിക്കലും റൂട്ടിങ്ങിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കറിയേണ്ടത് നമ്മളെ ആൻഡ്രോയിഡ് ഫോൺ റൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. എന്തൊക്കെയാണ് റൂട്ടിങ്ങിൻ്റെ ഗുണങ്ങൾ എന്ന് നോക്കാം. ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് ബോട്ട് വെയറുകളും സിസ്റ്റം ആപ്ലിക്കേഷനുകളും നീക്കം ചെയ്യാൻ. ബ്ലോട്ട് വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ സാംസങ് യൂസേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയുടെ ഫോണുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനകത്ത് ആ പർട്ടിക്കുലർ കമ്പനിയുടെ ആപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും. അതായത് സാംസങ് ആണെങ്കിൽ സാംസങ്ങിൻ്റെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് നിങ്ങളുടെ ഫോണിനകത്ത് ഉണ്ടാവും. അതിനെയാണ് ബ്ലോട്ട് വെയർ എന്ന് പറയുന്നത്. ഈ ബ്ലോട്ട് വെയേഴ്സ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ട് നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അതുപോലെ സിസ്റ്റം ആപ്ലിക്കേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ എല്ലാ ഫോണുകളിലും ഗൂഗിളിൻ്റെതായിട്ടുള്ള ഒരുപാട് സിസ്റ്റം ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് യൂട്യൂബ്, ഗൂഗിൾ ബുക്സ്, ഗൂഗിൾ കലണ്ടർ, ജിമെയിൽ തുടങ്ങിയ ഒരുപാട് പ്രീ ഇൻസ്റ്റാൾഡുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതൊന്നും നമുക്ക് കളയാൻ പറ്റില്ല. അതുകൊണ്ടുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഫോണിൻ്റെ ബാറ്ററി, അതായത് ഈ പറഞ്ഞ നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാ ആപ്ലിക്കേഷൻസും റൺ ചെയ്യുക വഴി അത് നമ്മുടെ ബാറ്ററിയെ കൺസ്യൂം ചെയ്യുകയും നമ്മുടെ ബാറ്ററി ബാക്കപ്പിനെ അത് ബാധിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ
പെർഫോമൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 GB റാമുള്ള ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ആപ്ലിക്കേഷൻസ് റൺ ചെയ്യുന്ന വഴി നമുക്ക് ആവശ്യമുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് റൺ ചെയ്യാതെയും ഫോൺ ഹാങ് ആവുക, അതുപോലെ ഫോൺ ഹീറ്റ് ആവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒപ്പം തന്നെ ഗുരുതരമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റർനെറ്റ് ഓഫർ ചെയ്ത് കഴിഞ്ഞ് ഡാറ്റ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത ഈ പറഞ്ഞ എല്ലാ ആപ്ലിക്കേഷൻസും ഒരുപക്ഷെ നിങ്ങളുടെ ഡാറ്റ യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയും നമുക്കൊരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നഷ്ടങ്ങൾ ഈ ബോഡ്വെയറുകളും സിസ്റ്റം ആപ്ലിക്കേഷൻസ് വഴി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നീക്കം ചെയ്യാൻ അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് റൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ കഴിയുള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് ബാക്കപ്പ് എടുക്കാം എന്നുള്ളതാണ്. ബാക്കപ്പ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് ഫോൺ പേഴ്സണൽ ലൈഫിലും ഒപ്പം തന്നെ ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റാസ് നമ്മുടെ ഫോണിനകത്ത് ഉണ്ടാവും. അതൊക്കെ ബാക്കപ്പ് എടുത്ത് വയ്ക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല നോൺ റൂട്ടഡ് ഫോണുകളിൽ. പക്ഷേ റൂട്ടഡ് ഫോണുകളിൽ നമ്മുടെ ആപ്ലിക്കേഷൻസിൻ്റെ ആപ്ലിക്കേഷൻസ് അടക്കം നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് ബാക്കപ്പ് എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ് അടുത്തൊരു ഗുണം എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യാനായിട്ട് ഒരുപാട് പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ് ഉണ്ട്. റൂട്ട് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടാണ് ടൈറ്റാനിയം ബാക്കപ്പ്, അതുപോലെ ആൻഡ്രോയിഡ് ബാക്കപ്പ് തുടങ്ങിയവ. പിന്നെ ഒരു ഗുണം എന്ന് പറയുന്നത് പരസ്യങ്ങളുടെ ശല്യം ഒഴിവാക്കാം. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ യൂട്യൂബ് കാണുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ കാണുന്ന സമയത്ത് ഒരുപാട് പരസ്യങ്ങൾ യൂട്യൂബിലൊക്കെ കാണുന്ന സമയത്ത് പരസ്യങ്ങൾ വരാറുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ചില ഗെയിംസോ അല്ലെങ്കിൽ ഫോണിൽ ചില ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മെയിനായിട്ട് ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫോണിനകത്ത് പോപ്പപ്പ് പോലെ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ്സ് വരാറുള്ളത്. ചില സമയത്ത് അത് നമ്മളെ ഫുൾ സ്ക്രീനിലടക്കം ഫുള്ളായിട്ട് വന്ന് കവർ ചെയ്ത് പരസ്യം കാണിക്കാനൊക്കെ ചെയ്യാൻ തുടങ്ങും. ചിലരൊക്കെ അത് വൈറസ് ആണോ എന്ന് പേടിച്ച് പല പ്രാവശ്യം ഫോണ് റീസ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഫോണ് ഫോർമാറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കാൻ പരസ്യങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ പറ്റും. ഒരുപാട് ആഡ് ബ്ലോക്കർ സോഫ്റ്റ്വെയറുകളുണ്ട്. ഈ റൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് സിമ്പിളായിട്ട് ഈ പറഞ്ഞ എല്ലാ പരസ്യങ്ങളെയും നമുക്ക് ഫോണിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റും. ഇനി അടുത്തതായിട്ട് ഒരു നാലാമത്തെ നമ്മുടെ ഒരു ഗുണം എന്ന് പറയുന്നത് കസ്റ്റം റോമുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കസ്റ്റം റോമിന് മുന്നേ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് സ്റ്റോക്ക് റോം എന്താണെന്നുള്ളതാണ്. അതായത് ഒരു ഫോണിൽ നമ്മൾ കസ്റ്റമർ വാങ്ങുന്ന സമയത്ത് കമ്പനി പ്രീ ഇൻസ്റ്റാൾ ചെയ്ത് തരുന്ന ഒരു റോമിനെയാണ് നമ്മൾ സ്റ്റോക്ക് റോം എന്ന് പറയുന്നത്. സ്റ്റോക്ക് റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും ഒഫീഷ്യലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയാണ് നമ്മൾ സ്റ്റോക്ക് റോം എന്ന് വിളിക്കുന്നത്. നമ്മുടെ ആൻഡ്രോയിഡ് ഒരു ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റ് ആയതിനാൽ ഒരുപാട് ടെക്കീസ്, അതായത് ഒരുപാട് ഡെവലപ്പേഴ്സൊക്കെ ഈ ആൻഡ്രോയിഡിനെ വെച്ചിട്ട് നമ്മൾ കസ്റ്റം റോമുകൾ, അതായത് ആൻഡ്രോയിഡ് നോർമൽ നമ്മുടെ OS അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാത്ത ഒരുപാട് കൂടുതൽ ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതിനെയാണ് കസ്റ്റം റോമുകൾ എന്ന് പറയുന്നത്. കസ്റ്റം റോമുകൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന 1-2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, നമ്മളെ ചാർജ് ബാക്കപ്പ് കസ്റ്റം റോമുകൾ ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് അത് ലഭിക്കുന്നതാണ്. ഒപ്പം തന്നെ പലരും ഇപ്പോൾ ലോലിപോപ്പ് മോഡലുകൾ അല്ലെങ്കിൽ ലോലിപോപ്പ് ആൻഡ്രോയിഡ് വേർഷൻ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർക്കൊരു പക്ഷേ ഒഫീഷ്യലായിട്ട് മാഷ്മാലോയിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയില്ല. ആ സമയത്ത് കസ്റ്റം റോമുകൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് മാഷ്മാലോൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ ഗ്രാഫിക്കലായിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് കസ്റ്റം റോമുകളുണ്ട്. അതിനെപ്പറ്റിയെല്ലാം ഞാൻ വഴിയെ പറയാം. അടുത്തൊരു ഗുണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയ ആൻഡ്രോയിഡ് പതിപ്പുകൾ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ നിർമ്മാതാക്കൾ സ്മാർട്ട് ഫോണിൻ്റെ കൂടെ എല്ലാ ഫോണിൻ്റെ കൂടെയും നമ്മുടെ പ്രമുഖരായിട്ടുള്ള സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളെല്ലാം ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് അപ്ഡേറ്റിലേക്ക് എല്ലാ ഫോണുകളെയും ഉൾപ്പെടുത്തിയിട്ടില്ല. അതിനുള്ള ഏറ്റവും വലിയ കാരണം അവരുടെ ബിസിനസ് തന്ത്രം കൂടിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ഹാർഡ്വെയറിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പുതിയ മോഡലുകൾ വിറ്റഴിക്കാൻ, അല്ലെങ്കിൽ ഈ മാഷ്മാലോ അല്ലെങ്കിൽ ലോലിപോപ്പ് എന്ന് പറയുന്ന പുതിയ വേർഷനിലുള്ള ഫോണുകൾ വിറ്റഴിക്കാനുള്ള ഒരു തന്ത്രമായിട്ടും ഇതിനെ കണക്ക് കൂട്ടാം. ഇപ്പോൾ തന്നെ ലോലിപോപ്പ് യൂസ് ചെയ്യുന്ന ഒരുപാട് ആൻഡ്രോയിഡ് യൂസേഴ്സ് ഉണ്ട്. അവർക്കെല്ലാവർക്കും മാഷ്മാലോ അപ്ഡേറ്റ് ഒഫീഷ്യലായിട്ട് കിട്ടിക്കൊള്ളുന്നില്ല. സോ അവർക്കെല്ലാവർക്കും സൈനോജൻ മോഡ് 13 എന്ന് പറയുന്ന ഒരു കസ്റ്റം റോം ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കെല്ലാവർക്കും മാഷ്മാലോൻ്റെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് അതിൻ്റെ ലുക്കൊക്കെ ഫോണിനകത്ത് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, അത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തായിട്ടാണ് കസ്റ്റം റിക്കവറികൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. കസ്റ്റം റിക്കവറി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഫോണിൻ്റെ പല മോഡലുകളിലും പല രീതിയിലാണ് കസ്റ്റം റിക്കവറി എടുക്കുന്നത്. ഡൗൺ കീയും അതുപോലെ പവർ കീയും ഫങ്ഷൻ കീയും ഒക്കെ ഒരുമിച്ച് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു വിൻഡോയിൽ എത്താറുണ്ട്. അതിൽ വെച്ച് നോർമലി എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ അപ്ഡേറ്റ് ചെയ്യാൻ
അതുപോലെ നമ്മുടെ ഫോൺ ഫോർമാറ്റ് ചെയ്യാൻ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ റിക്കവറി ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഈ റിക്കവറി ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമാണ്, അതായത് ഏതെങ്കിലും ഒരു കസ്റ്റം റിക്കവറി ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ പറഞ്ഞ കസ്റ്റം റോമുകളെല്ലാം തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതുവഴിയേ നമുക്ക് കസ്റ്റം റോമുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുള്ളൂ. കസ്റ്റം റിക്കവറി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ബാക്കപ്പ് എടുക്കാനും അതുപോലെ തന്നെ ഒപ്പം വേറെ കസ്റ്റം റോമുകൾ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ നിഷ്പ്രയാസം സാധിക്കും. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള 1-2 കസ്റ്റം റിക്കവറികളുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ടീംവിൻ റിക്കവറി പ്രൊജക്റ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ TWRP എന്ന് പറയുന്ന ഒരു 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 റിക്കവറി സോഫ്റ്റ്വെയർ ആണ്. ഒപ്പം തന്നെ ക്ലോക്ക് വർക്ക് മോഡ് റിക്കവറി, അല്ലെങ്കിൽ CWM എന്ന് പറയുന്ന ഒരു റിക്കവറിയാണ്. പിന്നെ 7ാമത്തെ ഒരു ഗുണം എന്ന് പറയുന്നത്, ഫോൺ ഹാർഡ്വെയറിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം നിങ്ങളുടെ കയ്യിലായിരിക്കും. അതായത് യൂസേഴ്സിൻ്റെ കയ്യിലായിരിക്കും. ഫോണിൻ്റെ ഒരു 100% നമ്മളെ കയ്യിൽ തന്നെയായിരിക്കും എല്ലാ കൺട്രോളും ഉണ്ടാവുക. നമ്മുടെ ഒരു ഫോണ്, ഒരു പുതിയൊരു ഫോണ് നമ്മുടെ കയ്യിലെത്തുന്ന സമയത്ത് ഒരു പക്ഷേ 100% അല്ലെങ്കിൽ ഒരു മിനിമം 75% മാത്രമേ നമുക്കത് യൂസ് ചെയ്യാനുള്ളൊരു കൺട്രോൾ നമുക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ റൂട്ട് ചെയ്യുന്നത് വഴി ഒരു 100% നമ്മളെ കയ്യിൽ തന്നെ ആയിരിക്കും നമ്മുടെ ഫോണിൻ്റെ കൺട്രോൾ. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്ത സോഫ്റ്റ്വെയറുകൾ, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് റൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണിനകത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി ഒരു ഗുണം എന്ന് പറയുന്നത്, ചില ബിസിനസ് താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളൊക്കെ അവരുടെ OSനകത്ത് അല്ലെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ ഫങ്ഷനകത്ത് പല ഓപ്ഷൻസും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് സാംസങ്ങിൻ്റെ ഗാലക്സി ടാബ്, അത് 10.1 അതിലെങ്ങനെയാ വെച്ചാൽ വോയിസ് കോളിങ്ങിനുള്ള ഒരു ഹാർഡ്വെയർ അതിനകത്തുണ്ട്, വോയിസ് കോളിംഗ് ചെയ്യാനുള്ള. പക്ഷേ അവർ സോഫ്റ്റ്വെയറിൽ ആ ഫെസിലിറ്റി നൽകിയിട്ടില്ല. അപ്പോൾ നമുക്കതിൽ ഒരു കസ്റ്റം റോം, ഈ പറഞ്ഞ സൈനോജൻ മോഡോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കസ്റ്റം റോം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് സിമ്പിളായിട്ട് അതിന് കോൾ വിളിക്കാനും അതിൽ യൂസ് ചെയ്യാൻ, ഈ കോളിംഗ് ഫംഗ്ഷൻ അതിൽ യൂസ് ചെയ്യാനും സാധിക്കും. അതിൽ ടാബിനകത്ത് അവരങ്ങനെ പ്രത്യേകിച്ച് കൊടുക്കാതിരിക്കാൻ കാരണം അവർക്ക് അവരുടെ വേറെ പ്രൊഡക്ട്സ് സെല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ഗുണം എന്ന് പറയുന്നത്, CPU ക്ലോക്ക് സ്പീഡിൽ വ്യത്യാസം വരുത്താം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് കൺഫ്യൂഷൻ വരണ്ട. ഈ CPU ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് ഫോണിൻ്റെ പെർഫോമൻസിൽ നേരിയ രീതിയിലുള്ള വേരിയേഷൻസ് വരുത്തുക എന്നുള്ളതാണ്. അത് ഫോണിനെ സ്പീഡ് കൂട്ടാനും അല്ലെങ്കിൽ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് വർദ്ധിപ്പിക്കാനും അങ്ങനെ പല രീതികൾക്കാണ് ഈ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത്, നിങ്ങളെ സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും പരമാധികാരി നിങ്ങൾ മാത്രമായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് റൂട്ടിങ്ങിനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഓൾറെഡി റൂട്ട് ചെയ്തവരും ഇനി റൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ നോർമൽ ഫോൺ യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡ് യൂസേഴ്സിനൊക്കെ റൂട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു ദൂഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രിക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി ആൻഡ്രോയിഡ് റൂട്ടിങ്ങിനകത്തുള്ളതാണ്. ആൻഡ്രോയിഡ് ഫോണുകൾ 90% ഫോണുകളും റൂട്ട് ചെയ്യുമ്പോൾ സക്സസ് ആവുകയും 10% ഫോണുകൾ ബ്രിക്കിങ്ങിൽ പെട്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ബ്രിക്കിങ്ങിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ആ വേർഡിൻ്റെ ഒരു മീനിങ് പോലെ തന്നെ നമുക്കത് വെറും ഒരു കല്ലും കഷ്ണമോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പേപ്പർ വെയിറ്റ് പോലെയോ നമുക്ക് ആൻഡ്രോയിഡ് പിന്നെ ആ ഫോൺ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അതായത് തീർത്തും ഉപയോഗശൂന്യമായി പോവുക എന്നുള്ളതിനെയാണ് ബ്രിക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വാറണ്ടി എന്നുള്ളതാണ്. എനിക്ക് പേഴ്സണലായിട്ട് നിങ്ങളുടെ അടുത്ത് നിർദ്ദേശിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോൺ വാങ്ങിയിട്ടുണ്ടെങ്കിൽ മിനിമം 1 കൊല്ലം കഴിയാതെങ്കിലും കഴിഞ്ഞിട്ടാണ് നിങ്ങൾ റൂട്ട് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ വാറണ്ടി നഷ്ടപ്പെടുകയും എപ്പോഴെങ്കിലും ഫോണിന് എന്തെങ്കിലും ഒരു ഹാർഡ്വെയറിന് പ്രശ്നം പറ്റി നിങ്ങളത് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ നിങ്ങൾ റൂട്ട് ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സൗജന്യമായിട്ടുള്ള വാറണ്ടി അല്ലെങ്കിൽ സർവീസൊക്കെ കിട്ടുന്നത് നിങ്ങൾക്ക് ലഭിക്കാതെ പോകും. അതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമാണ്. പക്ഷേ ചില ഫോണുകളിൽ ഈ പറഞ്ഞ വാറണ്ടി നഷ്ടപ്പെടാത്ത ഫോൺ മോഡലുകളുണ്ട് നമ്മൾ റൂട്ട് ചെയ്തതിന് ശേഷവും. അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ വഴി പറയാം. ഇനി മൂന്നാമത്തെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സുരക്ഷയാണ്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അധികാരം കൂടുന്തോറും നമ്മുടെ ഉത്തരവാദിത്വം കൂടും എന്നുള്ളതാണ്. അതായത് നമ്മളതിൽ ഫുൾ ഫ്രീഡം ഉണ്ട് നമ്മുടെ ഫോൺ യൂസ് ചെയ്യാനും ഫോണിനകത്ത് ചേഞ്ചസ് വരുത്താനും. അതുപോലെ അപ്പോൾ ഒരു ഫോണിൻ്റെ ഫുൾ സെക്യൂരിറ്റി നമ്മളെ കയ്യിൽ തന്നെ ആയിരിക്കും. അതായത് പുതിയ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് വൈറസ് ഉള്ളതാണോ അല്ലെങ്കിൽ അത് മാൽവെയർസ് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സ്മാർട്ട് ഫോണും അല്ലെങ്കിൽ ലാപ്ടോപ്സൊക്കെ
ഈ പറഞ്ഞ കമ്പനികളിലേക്കൊക്കെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ അനുവദിക്കുന്ന ഒരു രീതി തന്നെ ഉണ്ട്. ബ്രിങ് യുവർ വോൺ ഡിവൈസസ്, BYOD എന്ന് പറയുന്ന ഒരു പോളിസി തന്നെ നമ്മുടെ ഈ കോർപ്പറേറ്റ് കാലത്തുണ്ട്. വളരെ പ്രചാരത്തിലിരിക്കുന്ന ഒന്നാണിത്. സുരക്ഷാ ഭീഷണി മുൻകൂട്ടി പല കോർപ്പറേറ്റുകളും പല കമ്പനികളും ഈ റൂട്ട് ചെയ്ത ഡിവൈസുകളൊന്നും അവരുടെ കമ്പനിയിലേക്ക് അടുപ്പിക്കാറില്ല. അതിനുള്ള ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റൂട്ട് ചെയ്ത ഡിവൈസ് വെച്ച് നമുക്ക് നെറ്റ്വർക്കിലേക്കൊക്കെ പെട്ടെന്ന് ഹൈജാക്ക് ചെയ്യാനും അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന ആപ്ലിക്കേഷൻസ് നമുക്ക് റൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഏറ്റവും ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് വൈഫൈയുടെ പാസ്വേഡ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഹാക്ക് ചെയ്യുന്ന പല സോഫ്റ്റ്വെയർസും റൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളെ ഫോണിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വരുന്ന വീഡിയോസിൽ നമുക്ക് ഏതാണ് ആപ്ലിക്കേഷൻസ് എന്നും അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള രീതികളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ആദ്യകാലങ്ങളിൽ റൂട്ടിങ് വളരെ പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു. അതായത് സിസ്റ്റവുമായി കണക്ട് ചെയ്ത് USB വഴിയൊക്കെയാണ് റൂട്ടിങ് ചെയ്തിരുന്നത്. അത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. കാര്യം ബ്രേക്കിംഗ് ഒക്കെ പെട്ടെന്ന് സംഭവിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമായിരുന്നു റൂട്ടിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് സോഫ്റ്റ്വെയർസും അവൈലബിൾ ആണ്. നമുക്ക് ഫോണിൽ വെച്ചിട്ട് തന്നെ റൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷൻസും അതിനുള്ള ഫെസിലിറ്റീസൊക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് അധികം ആൾക്കാരും റൂട്ടിങ്ങിലേക്ക് സ്വന്തം ആൻഡ്രോയിഡ് ഫോൺ റൂട്ട് ചെയ്യണം എന്നുള്ളൊരു ആവശ്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് പറയാനുള്ളത് ബൂട്ട് ലോഡർ അൺലോക്കിംഗ് എന്ന് പറയുന്നതാണ്. ഈ പറഞ്ഞ കാര്യം ഒരുപക്ഷെ സാംസങ് യൂസേഴ്സോ അല്ലെങ്കിൽ വേറെ മറ്റ് കമ്പനി ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ HTC യൂസേഴ്സ് അല്ലെങ്കിൽ മോട്ടോ ഫോണുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ ബൂട്ട് ലോഡർ അൺലോക്കിംഗ് എന്ന് പറയുന്ന സംഗതി ഭയങ്കര ഫെമിലിയർ ആയിട്ടിരിക്കും. അതായത് മിക്ക ആൻഡ്രോയിഡ് ഡിവൈസുകളിലും നമ്മൾ റൂട്ട് ചെയ്യുന്നതിന് മുന്നേയും അതുപോലെ കസ്റ്റമർ റോം ഫ്ലാഷ് ചെയ്യുന്നതിന് മുൻപായിട്ട് ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യണം. നിങ്ങളെല്ലാവരും വിൻഡോസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് വരുന്ന സമയത്ത് ഒരു ബയോസ് കണ്ടിട്ടുണ്ടാവും അല്ലേ, ഒരു സോഫ്റ്റ്വെയർ പോലെ. അത് തന്നെയാണ് ആക്ച്വലി ഈ ബൂട്ട് ലോഡർ അൺലോക്കിങ്ങിലും ചെയ്യുന്നത്. ആൻഡ്രോയിഡ് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് ചെറിയൊരു സോഫ്റ്റ്വെയർ ആണ് ബൂട്ട് ലോഡർ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ബൂട്ട് റോം എന്നാണ് വിളിക്കുന്നത് ആ സോഫ്റ്റ്വെയറിനെ. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ബൂട്ട് ലോഡർ സോഫ്റ്റ്വെയറുകളും ഓരോ ഫോൺ മോഡലിനും അല്ലെങ്കിൽ ഓരോ ഫോണിൻ്റെ കമ്പനീസിനും ആയിട്ട് വെവ്വേറെ ചേഞ്ചസ് ഉണ്ടായിരിക്കും. ഏറ്റവും പോപ്പുലറായിട്ട് HTCയും മോട്ടോറോള കമ്പനിയൊക്കെയാണ് അവരുടെ ഫോണുകൾ ബൂട്ട് ലോഡർ ലോക്ക് ചെയ്ത് പുറത്തിറക്കുന്നത്. അവരുടെ വെബ്സൈറ്റിലൂടെ തന്നെ അതിൻ്റെ കോഡുകൾ കിട്ടാനും നമുക്ക് ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യാനൊക്കെ സാധിക്കും. ഫാസ്റ്റ് ബൂട്ട് എന്ന യൂട്ടിലിറ്റി ഉപയോഗിച്ച് ഈ പറഞ്ഞ ബൂട്ട് ലോഡർ നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ കിങ്കോ റൂട്ട് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടൊക്കെ സോണി അല്ലെങ്കിൽ HTC പോലുള്ള പല മോഡലുകളിലും നമുക്ക് ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് വരുന്നത്. റൂട്ടിങ്ങും കസ്റ്റം റോം ഫ്ലാഷിങ്ങും തമ്മിലുള്ള വ്യത്യാസം. അതായത് റൂട്ടിംഗ് എന്നത് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്തുള്ള ചില പഴുതുകളൊക്കെ ചൂഷണം ചെയ്ത് റൂട്ട് യൂസർ ആനുകൂല്യം നേടിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക്കായിട്ട് പറയുമ്പോൾ റൂട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് റൂട്ട് ചെയ്തതിലൂടെ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് അത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ടൈറ്റാനിയം ബാക്കപ്പ്, ആൻഡ്രോയിഡ് ബാക്കപ്പ്, അതുപോലെ ഗ്രീനിഫൈ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതുപോലെ പ്രീ ഇൻസ്റ്റാൾ ആയിട്ടുള്ള ബ്ലോട്ട് വെയറുകൾ അല്ലെങ്കിൽ സിസ്റ്റം സോഫ്റ്റ്വെയർസ് ഒക്കെ നമുക്ക് നീക്കം ചെയ്യാനൊക്കെ ഈ ഫ്ലാഷിങ്ങിലൂടെ സാധിക്കും. ഇതാണ് റൂട്ടിങ്ങിലൂടെ ലക്ഷ്യമാക്കുന്നത്. റൂട്ടിങ്ങിലൂടെ മാത്രം യൂസർ ഇൻ്റർഫേസിൻ്റെ കാര്യക്ഷമതയിലോ അല്ലെങ്കിൽ നമ്മുടെ ബാക്കപ്പ് കൂട്ടാനോ അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതായത് ഇപ്പോൾ റൂട്ട് ചെയ്തൊരു മൊബൈലും ആ സെയിം മോഡലിൽ തന്നെ റൂട്ട് ചെയ്യാത്തൊരു ഫോണും കണ്ടാൽ നമുക്ക് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും കാണാൻ കഴിയില്ല. അതായത് റൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സെയിം മോഡലുള്ള 2 ഫോണുകളെടുത്ത് ഒന്ന് റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കാഴ്ചയിൽ അല്ലെങ്കിൽ ഉപയോഗത്തിലൊക്കെ അതിൻ്റെ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും നമുക്ക് തോന്നില്ല. ഈ റൂട്ട് ചെയ്യാത്തതും റൂട്ട് ചെയ്ത ഫോണും തമ്മിലുള്ള വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നില്ല. പക്ഷേ കസ്റ്റം റോമിൻ്റെ കേസിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കസ്റ്റം റോം ഫ്ലാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനകത്തുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ ചേഞ്ച് ചെയ്യപ്പെടും. അതിനാൽ പ്രത്യക്ഷത്തിൽ തന്നെ നമുക്കത് ഫോണിനകത്ത് യൂസ് ചെയ്യുന്നത് ഒരു സ്റ്റോക്ക് റോം ആണോ അല്ലെങ്കിൽ ഒരു കസ്റ്റം റോം ആണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ആൾക്കാരും ചോദിച്ചിട്ടുള്ളത് റൂട്ട് ചെയ്താൽ എല്ലാ ഫോണിൻ്റെയും വാറണ്ടി നഷ്ടമാകുമോ എന്നുള്ളതാണ്. ഇല്ല, ആക്ച്വലി എല്ലാ ഫോണിൻ്റെയും എല്ലാ മോഡലിൻ്റെയും എല്ലാ കമ്പനികളുടെയും ഒന്നും റൂട്ട് വാറണ്ടി നഷ്ടമാവില്ല. അതിലൊരു എക്സാമ്പിൾ പറയണം, മൈക്രോമാക്സിൻ്റെ യുറാക്ക എന്ന് പറയുന്ന മോഡലുകളുണ്ട്. അതുപോലെ ഷവോമിയുടെ ഒരു ചൈനീസ് കമ്പനിയായിട്ടുള്ള ഷവോമിയുടെയും അതുപോലെ വേറൊരു കമ്പനി ഓപ്പോ എന്ന് പറയുന്ന കമ്പനികളുടെയൊക്കെ ചില മോഡലുകൾ കമ്പനി തന്നെ അവകാശപ്പെടുന്നത് റൂട്ട് ചെയ്താൽ നിങ്ങളെ വാറണ്ടി നഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. എത്രത്തോളം അത് സത്യമാണോന്നോ അല്ലെങ്കിൽ നമ്മളത് പരീക്ഷിച്ച് നോക്കിയിട്ടൊന്നുമില്ല.
അത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതത് മൊബൈൽ മോഡലിൻ്റെ വെച്ചിട്ട് അവരുടെ ഒഫീഷ്യൽ കമ്പനി വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അങ്ങനെ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പുതിയൊരു ആൻഡ്രോയിഡ് ഫോണ് വിപണിയിൽ എത്തിയ ഉടനെ തന്നെ അതെങ്ങനെ റൂട്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോസും ഒരുപാട് റൈറ്റിങ്സൊക്കെ ബ്ലോഗുകളിലും നമ്മുടെ വെബ്സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവും. പിന്നെ ചില കമ്പനികളൊക്കെ അവരുടെ വെബ്സൈറ്റിനകത്ത് തന്നെ എങ്ങനെ റൂട്ട് ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. നിങ്ങളോട് റൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഈ റൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ റൂട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഒക്കെ ഡൗൺലോഡ് ചെയ്യുകയൊക്കെ ആണെങ്കിൽ നിങ്ങൾ കൃത്യമായി പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ പറയുന്ന സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണോ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് ചെക്ക് ചെയ്യണം. സോ നിങ്ങൾ മാക്സിമം അതിനകത്ത് നിന്ന് തന്നെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുകയും ഒപ്പം ഡൗൺലോഡ് ചെയ്യുകയൊക്കെ ചെയ്യുക. റൂട്ടിങ്ങിന് നമ്മളെ സഹായിക്കുന്ന ഒരുപാട് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളുണ്ട്. ഒന്നാണ് കിങ്കോ, പിന്നെ ഐറൂട്ട്, റൂട്ട് ജീനിയസ്, അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ലഭ്യമാണ്. അതിലേതാണ് നിങ്ങളുടെ കമ്പ്യൂട്ടറിനും അതുപോലെ നമ്മുടെ ഫോണിനും കോമ്പാക്റ്റബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളത് യൂസ് ചെയ്യുക. എല്ലാവർക്കും ഉള്ളൊരു സംശയം എന്ന് പറയാം, ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു സംശയം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഇല്ലാതെ എളുപ്പത്തിൽ റൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ശരിയാണ്, ഇപ്പോൾ കമ്പ്യൂട്ടർ ഇല്ലാതെ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ഫോണുകൾ സുഗമമായിട്ട് റൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാ മോഡലും ചെയ്യാൻ കഴിയണമെന്നില്ല. അതാണ് ചില മോഡലുകൾ ഇപ്പോൾ നിങ്ങൾ ഇൻ്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ചില സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണ്. അതായത് കിങ് റൂട്ട് പോലുള്ള ആപ്ലിക്കേഷൻസൊക്കെ അവൈലബിൾ ആണ് റൂട്ട് ചെയ്യാൻ. പക്ഷേ നിങ്ങളുടെ ഫോണിൽ അത് ഇട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു പക്ഷേ റൂട്ടിംഗ് സക്സസ് ആവണമെന്നില്ല. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോൺ മോഡലിൻ്റെ വേരിയേഷൻസ് ആണ്. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ മോഡലിൻ്റെ വ്യത്യാസം കൊണ്ടാണ് അത് റൂട്ട് ആവാത്തത്. അപ്പോൾ ചില മോഡലിനൊന്നും ചില സോഫ്റ്റ്വെയറുകൾ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. പിന്നെ റൂട്ടിങ്ങിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, റൂട്ട് ആയണോ എന്നുള്ളത്, അതായത് നിങ്ങളെ ഫോൺ റൂട്ടായോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റൂട്ട് ചെക്കർ പോലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടും, അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഫോണിലിട്ട് റൂട്ടായോ എന്നുള്ളത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, റൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, റൂട്ടിങ്ങിനെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആവശ്യമാണെങ്കിൽ മാത്രം റൂട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. സോ ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളെ ഫോൺ റൂട്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. ഓൾറെഡി റൂട്ട് ചെയ്ത ആൾക്കാരാണെങ്കിൽ അത് അൺറൂട്ട് ചെയ്യണോ എന്നുള്ളതിനെക്കുറിച്ചും ചിന്തിക്കുക. അൺറൂട്ട് ചെയ്യാനുള്ള ഒരുപാട് സോഫ്റ്റ്വെയർസൊക്കെ നിങ്ങളുടെ ഫോൺ മോഡലിനനുസരിച്ച് നമുക്ക് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. കിങ് റൂട്ട് പോലുള്ള ഒരുപാട് സോഫ്റ്റ്വെയർ, ഐ റൂട്ട് പോലുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ നിങ്ങൾക്ക് അൺറൂട്ട് ചെയ്യാൻ സഹായിക്കുന്ന ആപ്ലിക്കേഷൻസാണ്. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ റൂട്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് നിങ്ങൾ അടുത്തതായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം. അത് വ്യക്തമായി അതത് ഒഫീഷ്യൽ വെബ്സൈറ്റുകളിലൊക്കെ സെർച്ച് ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം റൂട്ട് ചെയ്യാൻ നിൽക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, റൂട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ ഫോണിനകത്ത് ഏതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ബോധ്യം വേണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഫോണിനകത്ത് സെറ്റിങ്സ് എടുത്ത് ഏറ്റവും അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എബൌട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡ് വേർഷൻ എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിൽ ആൻഡ്രോയിഡ് വേർഷൻ്റെ അവിടെ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കാണുന്നത് നമ്പറുകളായിരിക്കാം, 5.1.1 അല്ലെങ്കിൽ 0.6 ഒക്കെ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ അത് ഏതാണെന്നുള്ളത് കൺഫേം ചെയ്യാൻ നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കുക. അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് ഇങ്ങനെയാണ്, കിറ്റ്കാറ്റ് കഴിഞ്ഞാൽ അതായത് 4 മുതൽ 4 കഴിഞ്ഞാൽ നേരെ 5 ആയി കഴിഞ്ഞാൽ അത് ലോലിപോപ്പാണ്. ആൻഡ് 6 ആയി കഴിഞ്ഞാൽ അത് മാഷ്മാലോ ആണ്. മാഷ്മാലോ ആണ് ഏറ്റവും പുതിയ ആൻഡ്രോയിഡിൻ്റെ ഒരു പതിപ്പെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും ആൻഡ്രോയിഡ് N, അതായത് നട്ട് കട്ട് എന്ന് പറയുന്ന പുതിയ വേർഷൻ ഇറങ്ങാൻ പോവുകയാണ്. അത് നമ്മളെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള പുതിയ ഫ്ലാഗ്ഷിപ്പ് എല്ലാ മോഡലുകളും അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ച് ഫോണുകളിൽ പുതിയ 2015 ശേഷം ഇറങ്ങിയ എല്ലാ ഫോണുകളിലും ആൻഡ്രോയിഡ് നട്ട് കട്ട് അവൈലബിൾ ആണെന്നാണ് ഇപ്പോൾ ആൻഡ്രോയിഡ് അതോറിറ്റി പോലുള്ള ഏറ്റവും വലിയ ബ്ലോഗേഴ്സൊക്കെ പുറത്ത് വിട്ടിട്ടുള്ളത്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം ആൻഡ്രോയിഡ് നട്ട് കട്ടിൻ്റെ അപ്ഡേഷന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അത് കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സ് റോമുകൾ എന്തായാലും സൈനജൻ മോഡിൻ്റെയൊക്കെ 14 സൈനജൻ മോഡ് 14 ഒക്കെ അവൈലബിൾ ആവാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇനി ചെയ്യേണ്ട ഒരു കാര്യം, റൂട്ടിംഗ് ലേഖനങ്ങൾക്കായിട്ട് നിങ്ങൾ ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ മാത്രം സെലക്ട് ചെയ്യുക. അതായത് നേരത്തെ പറഞ്ഞ പോലെ XDA ഫോറം പോലുള്ള സജീവമായിട്ടുള്ള ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിറ്റികളിലൊക്കെ നിങ്ങൾ ഫോണിനെ പറ്റി സെർച്ച് ചെയ്യുക. പിന്നെ ഒട്ടുമുക്ക ഫോണുകളൊക്കെ റൂട്ട് ചെയ്യുന്ന വിധമൊക്കെ ഈ പറഞ്ഞ XDA ഫോറത്തിലുണ്ട്.
അത് ഫ്ലാഷ് ചെയ്യേണ്ട ഗൈഡുകളും എല്ലാം തന്നെ ഈ പറഞ്ഞ XDA ഫോറത്തിലുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിനടിയിൽ ബാക്കിയുള്ള ഇതൊക്കെ യൂസ് ചെയ്യുന്ന നിങ്ങൾ അതേ സെയിം ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ കമൻസും കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം റൂട്ട് ചെയ്യാൻ മുതിരുക. പിന്നെ ഏറ്റവും റൂട്ട് ചെയ്യുന്നതിന് മുൻപേ നിങ്ങളുടെ ഫോണിലുള്ള നമ്പറുകൾ, മെസ്സേജുകൾ, മീഡിയ ഫയലുകൾ, അങ്ങനെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബാക്കപ്പ് എടുത്ത് വെച്ചിരിക്കണം. തീർച്ചയായിട്ടും ബാക്കപ്പ് വേണം. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ റൂട്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ചെറിയ പ്രശ്നം പറ്റി ഈ പറഞ്ഞ എല്ലാ ഡാറ്റയും ലോസ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ ബാക്കപ്പ് ചെയ്ത് കീപ്പ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ റൂട്ട് ചെയ്യാൻ തുടങ്ങാം. പിന്നെ പലർക്കും പറ്റുന്നൊരു അബദ്ധം എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ റൂട്ട് ചെയ്യുന്ന സമയത്ത് ബാറ്ററി ചാർജ് കുറവായിരിക്കും. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പുതിയ ഒരു കസ്റ്റം റോം ഫ്ലാഷ് ചെയ്യുക അല്ലെങ്കിൽ റൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ബാറ്ററി പെട്ടെന്ന് ഡ്രൈ ആവും. അതായത് വലിയ രീതിയിൽ ഒരു ബാറ്ററി ചാർജ് ഉപഭോഗം നടക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഫോൺ ചാർജ് ഇല്ലെങ്കിൽ നിങ്ങൾക്കത് നേരെ ബ്രിക്കിങ്ങിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഫോൺ ബാറ്ററി ഒരു 100% ഫുള്ളാക്കി വെച്ചതിന് ശേഷം മാത്രം റൂട്ടിങ്ങിനോ അല്ലെങ്കിൽ കസ്റ്റം റോം ഫ്ലാഷിങ്ങിനോ ഒക്കെ നിൽക്കുക. ഫോണുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞ റൂട്ടിങ് അല്ലെങ്കിൽ ഫ്ലാഷ് ചെയ്യുക അല്ലെങ്കിൽ കസ്റ്റം റോം അല്ലെങ്കിൽ സ്റ്റോക്ക് റോമിലേക്ക് തന്നെ നിങ്ങൾ ഫ്ലാഷ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു 100% മിനിമം ഒരു 80% ആകുമ്പോൾ നിങ്ങൾ ചാർജ് കീപ്പ് ചെയ്യുക. എല്ലാവരും അശ്രദ്ധമായി വിടുന്നൊരു കാര്യമുണ്ട്. റൂട്ടിങ്ങിനെ ഇപ്പോൾ നിങ്ങൾ റൂട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ റൂട്ടിങ്ങിനെ പറ്റി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ഒരുപാട് തവണ വായിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കേട്ട് അതിന് 100% നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങളും തീർത്തതിന് ശേഷം മാത്രം റൂട്ടിങ് ചെയ്യുക. കാര്യം എനിക്കറിയാവുന്ന ഒരുപാട് പേര് ഇപ്പോൾ ലാപ്പും അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊന്നും യൂസ് ചെയ്യാത്ത ആൾക്കാർ സ്വന്തം ഫോണിൽ തന്നെ എങ്ങനെയാണ് ഈ ഫോൺ റൂട്ട് ചെയ്യുക എന്നുള്ളത് നോക്കി പഠിച്ചതിന് ശേഷം ആ ഫോണിനകത്ത് തന്നെ റൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രശ്നങ്ങൾ പറ്റി അത് സ്റ്റക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ ആയിക്കഴിഞ്ഞ ആ സ്റ്റെപ്പ് മുതൽ എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് അറിയാനൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. കാര്യം അവർക്കത് നോക്കാനോ അല്ലെങ്കിൽ അതിന് ഇൻഫർമേഷൻ എടുക്കാനോ ഒന്നും വേറൊരു ഫെസിലിറ്റി ഉണ്ടാവില്ല. സോ നിങ്ങൾ ആദ്യം 100% നിങ്ങൾ എല്ലാ ഡൗട്ട്സും എല്ലാ സ്റ്റെപ്പുകളും ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ഒരു റൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഫ്ലാഷ് ചെയ്യാനൊക്കെ തുടങ്ങാം. എന്നിട്ട് റൂട്ട് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ് APK ഫയൽസ്, അത് പ്ലേ സ്റ്റോറിൽ പൊതുവേ ഈ റൂട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് കുറവാണ്. സോ നിങ്ങൾ വേറൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഏതെങ്കിലും ഒരു സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അത് 100% ജെന്യൂൻ ആണോ വെബ്സൈറ്റ് എന്നുള്ളത് നോക്കണം. കാര്യം അത് ഒരു വലിയ പ്രശ്നമാണ്. ആപ്ലിക്കേഷൻസൊക്കെ ജെന്യൂൻ ആണോ എന്നുള്ളത് നോക്കുക. അതിന് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അവർക്ക് ഇപ്പോൾ കിങ് റൂട്ട് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഫോണിലിട്ട് റൂട്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ ആ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന്, അതായത് കിങ് റൂട്ടിൻ്റെ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് APK ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ കസ്റ്റം റോമുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സൈനോജൻ മോഡ് അല്ലെങ്കിൽ ബാക്കിയുള്ള കസ്റ്റം റോമുകളൊക്കെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുന്നേ ഏതെങ്കിലും ഒരു വെറുതെ കയറി എവിടെന്നെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്ത് അത് ഫ്ലാഷ് ചെയ്യുക എന്നുള്ളതിന് ഒഴിച്ചു നിർത്തിയിട്ട്, അപ്പോൾ സൈനോജൻ മോഡാണെങ്കിൽ നിങ്ങൾക്ക് cyanogenmode.com എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് കയറിയിട്ട് തന്നെ നിങ്ങളതിൻ്റെ ഫയൽസ് ഡൗൺലോഡ് ചെയ്യണം. നിങ്ങൾക്ക് അതിൽ കയറിയാൽ തന്നെ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള പുതിയ അപ്ഡേറ്റ്സ് കാണാൻ സാധിക്കും. ഇപ്പോൾ സൈനോജൻ മോഡാണെങ്കിൽ സ്റ്റേബിൾ ആണോ എന്നുള്ള കാര്യം ഒരുപാട് പേര് ചോദിച്ചിരുന്നു. സ്റ്റേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രശ്നങ്ങളുണ്ടാവുക, ബഗ്ഗുകൾ കണ്ടെത്തുക, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവുക. അതായത് ഒരു ഫൈനൽ റിലീസ്, അതായത് ഇപ്പോൾ മാഷ്മാലോവിൻ്റെ ഫൈനൽ റിലീസ് ഇതുവരെ നടന്നിട്ടില്ല. അത് സൈനോജൻ മോഡാണെങ്കിലും നമ്മുടെ ഒഫീഷ്യൽ ആണെങ്കിലും നടന്നിട്ടില്ല. നമുക്കും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒഫീഷ്യൽ അപ്ഡേറ്റിൽ തന്നെ ചിലർക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതായത് ചെറിയ രീതിയിൽ ലാഗ് ആവുന്നുണ്ട്. അതുപോലെ ഏറ്റവും പുതിയ ഡിവൈസുകൾ, ഫ്ലാഗ്ഷിപ്പ് മോഡലായിട്ടുള്ള സാംസങ്ങിൻ്റെ ഗാലക്സിയിലെ ഏറ്റവും വലിയ ഫ്ലാഗ്ഷിപ്പ് മോഡലും നെക്സസിലും അതുപോലെ മോട്ടറോള ഡിവൈസുകളിലൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം മാഷ്മാലോവിൻ്റെ ഒരു ഒഫീഷ്യൽ ഫൈനൽ അപ്ഡേറ്റ് വരണമെന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ നെറ്റ്കട്ടിൻ്റെ റിലീസിന് ശേഷമേ വരുള്ളൂ. സൈനോജൻ മോഡ് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സൈനോജൻ മോഡിൻ്റെ വേർഷൻ എന്ന് പറയുന്നത് 12.1 ആണ്. അതായത് ലോലിപോപ്പിൽ പ്രവർത്തിക്കുന്ന ഒരു റോമാണ് ഇപ്പോൾ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം അങ്ങനെ തന്നെയാണ്. ഏറ്റവും പുതുതായിട്ട് വന്ന ഒരു ആൻഡ്രോയിഡ് വേർഷൻ ഒരിക്കലും സ്റ്റേബിൾ ആയിരിക്കില്ല. കാര്യം അതിൽ ബഗ്ഗുകൾ ഉണ്ടായിരിക്കും. അത് അവരെ ഡെവലപ്പേഴ്സ് അത് കറക്റ്റായിട്ട് അവർ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള റോം യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഒരു ബാക്ക്, അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോലിപോപ്പിൻ്റെ വേർഷൻസ് ഒക്കെ നോക്കുകയാണ് നല്ലത്. പിന്നെ നിങ്ങൾ ഏത് റോം ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ റിവ്യൂസ് കറക്റ്റായിട്ട് വായിച്ചിരിക്കണം.
സൈൻ എഞ്ചിൻ മോഡിന് അതിനുള്ള ഫെസിലിറ്റി ഇല്ല. പക്ഷേ XDAയിൽ കയറി കഴിഞ്ഞാൽ, XDA ഫോറത്തിലൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റോം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഫോണിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഒരു കസ്റ്റം റോം നിങ്ങൾ സെലക്ട് ചെയ്താൽ അതിൻ്റെ ഇടയിൽ അത് ആൾക്കാരുടെ റിവ്യൂസും പിന്നെ അതുപോലെ ഡെവലപ്പ് ചെയ്ത ആൾക്കാർ അവർക്ക് കൊടുത്തുള്ള മറുപടികളൊക്കെ കൃത്യമായിട്ട് വായിക്കാൻ പറ്റും. അതൊക്കെ വായിച്ചതിന് ശേഷം മാത്രം കൺഫേം ചെയ്തിട്ട് നിങ്ങൾ ആ കസ്റ്റം റോം ഡൗൺലോഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ആൻഡ്രോയിഡ് റൂട്ടിംഗ്, കസ്റ്റം റോം, സ്റ്റോക്ക് റോം, ഫ്ലാഷിംഗ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളത്. ഇനിയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. കസ്റ്റം റോമുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഓരോ ഫോണിനും അതത് മോഡലിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. സോ അതൊരു പർട്ടിക്കുലർ ഫോണിനും മോഡലിനും വേണ്ടി മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അത് ഫോണിൻ്റെ കമ്പനി അനുസരിച്ചും ഭയങ്കര വ്യത്യാസപ്പെട്ടിരിക്കും. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും കസ്റ്റം റോമുകൾ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോകളിൽ പറയുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോയുടെ നേരെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒപ്പം തന്നെ ലൈക്ക് ബട്ടണും ക്ലിക്ക് ചെയ്യുക. ഇനി ഒന്നുകൂടി നിങ്ങൾ ചെയ്യണം, നിങ്ങളെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ഒരുപക്ഷെ റൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ റൂട്ട് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക. അത് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് എല്ലാവർക്കും ഇൻഫർമേഷൻസ് എത്തിക്കുക. സോ മലയാളത്തിൽ ഇങ്ങനെ ഒരു ടോക്ക് വേണം, അല്ലെങ്കിൽ മലയാളത്തിൽ ഇത്തരത്തിലുള്ള ഒരു റിവ്യൂസും ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനും ഗൈഡുകളൊക്കെ വേണം എന്നുള്ളത് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങളെ സപ്പോർട്ടും വേണം. സോ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് അബൌട്ട് ദ സബ്സ്ക്രിപ്ഷൻ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.